السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരേ മനഹജിൽപ്പെട്ട ആളുകൾ പരസ്പരം മറുപടി കൊടുക്കുകയും വഴിതെറ്റി സഞ്ചരിക്കുകയും ഒരുപാട് ഗ്രൂപ്പുകളായി മാറുകയും ചെയ്യുന്നതിലുള്ള കാരണങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്തൊക്കെയാണ് അതിന് കാരണമായി തീരുന്നത്? എന്തൊക്കെയായിരുന്നു നമ്മൾ സൂചിപ്പിച്ച കാരണങ്ങൾ? ഒന്നാമത്തേത് ജംഅ ഇല്ല, അല്ലെ, അക്വാലുകൾ എന്ത് ചെയ്യുന്നില്ല, ജംഅ ചെയ്യുന്നില്ല. രണ്ടാമത്തേത് തതബ്ബുഉ സല്ലാത്താണ്, തെറ്റുകൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കണ്ടെത്തുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാമത്തേത്, ഇതിനെ ചികിത്സിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്നുള്ളത് തവാസുലു ബൈനൽ മുഅ്മിനീന ആമ്മത്തൻ വതലബത്തൽ ഇൽമി ഖാസ്സത്തൻ. മുഅ്മിനീങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? തവാസുൽ നടക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരങ്ങൾ നടക്കണം. അതോടൊപ്പം തന്നെ മതവിദ്യാർത്ഥികൾ തമ്മിൽ എന്ത് ചെയ്യണം? സംസാരങ്ങളും ചർച്ചകളൊക്കെ എന്ത് ചെയ്യണം? നടക്കണം. അങ്ങനെ ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ആ ഖിലാഫിൽ നിന്ന് എന്ത് ചെയ്യും? ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് കരകയറുന്നൊരവസ്ഥ ഉണ്ടാവും. ഇത് ഇത് ഇവിടെ നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം എന്തുണ്ടാവില്ല? സംസാരം ഉണ്ടാവില്ല. ഇവിടേക്ക് മറുപടി പോയിട്ടുണ്ടാവും, പക്ഷേ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും എന്തില്ല, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ സംസാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർ ഒരുങ്ങണം. ഹുവ തവാസുൽ വ തറാഹും വ തആവുൻ ബൈന അഹ്ലി സുന്ന അസ്സലഫിയീൻ. അപ്പോൾ സംസാരിക്കണം, പരസ്പരം കാരുണ്യം ഉണ്ടാകണം, പരസ്പരം സഹായം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ ഇല്ലാതാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ. ഇപ്പോൾ സലഫി ഉലമാക്കൾ തമ്മിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മറുപടികളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലയും ഷെയ്ഖ് ഹമൂദ് ഹത്തുവൈജ്രി റഹ്മഹുല്ലയും അവർ തമ്മിൽ ഭയങ്കര എന്ത് ചെയ്തിട്ടുണ്ട്? എഴുത്തുകുത്തുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ എഴുത്തുകുത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടില്ല? അവർക്കിടയിൽ ഒരു കോപം ഉണ്ടാക്കുകയോ രണ്ടാളുകൾക്ക് രണ്ട് ടീമായി മാറുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതാണെന്ത്? ബഹുമാനത്തോടു കൂടി മറുപടി കൊടുക്കുക, അതോടൊപ്പം തന്നെ മറുപടി കൊടുത്താൽ തന്നെ രണ്ട് ടീമാകാതിരിക്കുക എന്നുള്ളതൊക്കെ പറയപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നേരിട്ട് കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യാറുണ്ട്? നല്ല രൂപത്തിൽ എന്ത് ചെയ്യും? സംസാരിക്കും. നല്ല പെരുമാറ്റം ഉണ്ടാകും, നല്ല കാരുണ്യത്തോടായിരിക്കും സംസാരം ഉണ്ടാവുക. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതോ, ഓനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഓനോട് സംസാരിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ. അതല്ലെങ്കിൽ ഓനെ കാണുമ്പോൾക്ക് ഒരു തൗഹീദ് ഇല്ലാത്തൊരു മനുഷ്യനോട് എന്തുണ്ടാവും? ചിലപ്പോൾ നമുക്ക് ഓനെക്കാളും സ്നേഹം തൗഹീദ് ഇല്ലാത്ത മനുഷ്യനോട് എന്തുണ്ടാവും? ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും പരസ്പരം അഭിപ്രായ വ്യത്യാസം ആ ഒരു അവസ്ഥയിലേക്ക് ഒരു എന്ത് ചെയ്യാറുണ്ട്? എത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രശ്നമാണ്. പരസ്പരം തവാസുലുകൾ, സംസാരങ്ങൾ നടക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ഇലാജ് എന്നുള്ളത്. തുറന്ന സംസാരം എന്ത് ചെയ്യണം? നടക്കണം. രണ്ടാമത്തേത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കുക എന്നുള്ളതാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കുക, അത് നമ്മൾ സൂചിപ്പിച്ചു മുമ്പത്തെ ക്ലാസ്സുകളിൽ. മൂന്നാമത്തേത് മൻഹജു സലഫ് എന്ത് ചെയ്യണം? ദഅവത്തിൻ്റെ മാർഗത്തിൽ മൻഹജു സലഫ് എന്താണോ മുൻഗാമികളായ ആളുകൾ സ്വീകരിച്ച പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം, അത് നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. മുൻഗാമികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, സ്വന്തത്തിനൊരു വിജയം കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്? പ്രബോധനം ചെയ്യാറുള്ളത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറുപടി കൊടുക്കുന്നവൻ്റെ മനസ്സിലുള്ള നിയത്ത് എന്താ? മറ്റവനെ തോൽപ്പിക്കണം. മറ്റവൻ്റെ നിയത്ത് എന്താ? ഇവന് പറഞ്ഞതിനൊക്കെ എന്ത് ചെയ്യണം? മറുപടി കൊടുത്തിട്ട് ഇവൻ ആളുകളുടെ മുമ്പിൽ ചെറുതാക്കണം. അപ്പം അങ്ങനെ ഒരു നിയത്ത് ആർക്കുണ്ടായിരുന്നില്ല? കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അതാണ് ശരിയായ മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റവനെ ഇടിച്ചു താഴ്ത്തുക, അതല്ലെങ്കിൽ അവൻ്റെ പകുതി സംസാരം മാത്രം എടുത്തു കൊടുത്ത് ഉദ്ധരിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് എന്തില്ല? അത് പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രമല്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. നാലാമത്തേത് അർറുജൂഉ ഇലൽ ഉലമാഇ റബ്ബാനിയീന അല്ലദീന യഖ്ലൗന ബിൽ ഹഖ്ഖി വബിഹി യഅദിലൂൻ. ഉലമാക്കളിലേക്ക് എന്ത് ചെയ്യണം? വിഷയം അടക്കണം എന്നുള്ളതാണ്. ഉലമാക്കളിലേക്ക് എന്ത് ചെയ്യാം? വിഷയം അടക്കുക. അങ്ങനെ വിഷയം അടക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ആ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാവും. വലൗ റദ്ദൂഹു ഇലർ റസൂലി വ ഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അപ്പോൾ ഉലമാക്കളിലേക്ക് മടക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്ത് ചെയ്യും? സോൾവ് ആകും. ഒരേ മനഹജിലുള്ള ആൾക്കാരാണല്ലോ, ഒരേ മനഹജിലുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഉലമാക്കളിലേക്ക് രണ്ട് കൂട്ടരും മടക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിഷയം ക്ലിയർ ആകും. അഞ്ചാമത്തേത് തവാളു ഉണ്ടാകണം. ഇത് ഒരാൾക്ക് എന്താണ്? ഭയങ്കര അഹങ്കാരമാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യൂല? വിഷയം അവിടെ തീരുമാനമാവില്ല. തവാളു ആണ് ഇപ്പോൾ എന്ത് ചെയ്യുക? ഒരു മനുഷ്യനെ ഏറ്റവും നല്ല നിലയിലേക്ക് എത്തിക്കുക. മൻ തവാല അലില്ലാഹി റഫഅഹുല്ലാഹ്, അല്ലാഹ് എന്ത് ചെയ്യും? അവനെ ഉയർത്തും. എന്നാൽ തവാലുഇൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? അഹങ്കാരം. വഇൻ തകബ്ബറ ദാഇയതു ഔ ത്വാലിബുൽ ഇൽമി ളല്ല വ അളല്ല. ഒരു മതവിദ്യാർത്ഥി അതല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എന്ത് ചെയ്യാണ്? കിബിർ നടിക്കാൻ. കിബിർ നടിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓനും പഴക്കും, ബാക്കിയുള്ള ആൾ എന്ത് ചെയ്യും? പഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇഖ്ലാസിനെ ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആദ്യം നരകത്തിലേക്ക് പോകുന്ന വ്യക്തി ആരാ? ആദ്യമായിട്ട് നരകത്തിലേക്ക് പോകുന്ന ആൾ കിബിറുള്ളവനാണ്. കിബിറാണ് അതിൻ്റെ കാരണം. അതിൽ തന്നെ ആദ്യമായി പോകുന്നത് ഇൽമ് പഠിച്ച ആളായിരിക്കും എന്നാണ്. ഇൽമ് പഠിച്ച ആൾ. എന്താ കാരണം? അവൻ്റെ ഇൽമിൽ എന്തില്ല? ഇഖ്ലാസില്ല. അവൻ്റെ ഇൽമിൽ ഇഖ്ലാസില്ല. ഇൽമ് പഠിച്ച ആളാണ് ആദ്യം നരകത്ത് പോവുക. റജുലുൻ തഅല്ലമൽ ഇൽമ വ അല്ലമ. ഇൽമ് പഠിക്കുക മാത്രമല്ല, അവൻ പഠിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തേത് ആ ഹദീസിൽ തന്നെ പറയുന്നത് ഖുർആൻ പഠിച്ച ആളാണ്. മൂന്നാമത്തേത് സ്വതക്ക കൊടുത്ത ആളാണ്. അപ്പോൾ ഇവിടൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഇഖ്ലാസില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല ഓൻ അറിവ് പഠിച്ചത്. പഠിപ്പിച്ചത് ആർക്ക് വേണ്ടിയിട്ടല്ല? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. മറിച്ച് എന്ത് ചെയ്യണം? ഓനാളുകൾ പണ്ഡിതൻ എന്ന് വിളിക്കണം. അതാണ് അള്ളാഹ് പറയുന്നത്. എന്ത്? ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയും, നീ എന്തിനാണോ പഠിച്ചതും പഠിപ്പിച്ചതും അത് ദുനിയാവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യൂല? നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് അഞ്ചാമത്തെ പോയിൻ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. തവാളു ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ്. ആറാമത്തേത് സാഹോദര്യം എന്ത് ചെയ്യണം? നമ്മൾ നട്ടുപിടിപ്പിക്കണം. പരസ്പരം സാഹോദര്യ ബന്ധം. ഈ ഒരേ മനഹജിലുള്ള വ്യത്യസ്ത ആളുകൾക്ക് തമ്മിൽ എന്ത് ചെയ്യണം? നല്ല സാഹോദര്യം ഉണ്ടാകണം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ളുഹും ഔലിയാഉ ബഅ്ൾ. പരസ്പരം എന്താണ്? മുഅ്മിനീങ്ങൾ വലിയകളാണ് എന്നാണ്, മിത്രങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു. അവനെ ചെറുതാക്കൂല, അവൻ ആക്രമിക്കൂല, അവൻ ആളുകളുടെ മുമ്പിൽ ഇകഴ്ത്തൂല. ഇതൊന്നും ആര് ചെയ്യൂല? ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ ചെയ്യുകയില്ല. അപ്പോൾ പരസ്പരം സാഹോദര്യ ബന്ധം മശായിഖന്മാർക്ക് തമ്മിലും ഷെയ്ഖുമാർക്ക് തമ്മിലുണ്ടാകണം. മതവിദ്യാർത്ഥികൾക്ക് തമ്മിലും ഇതേ മനഹജിൽപ്പെട്ട സാധാരണക്കാർക്ക് തമ്മിൽ എന്തുണ്ടാകണം? സാഹോദര്യ ബന്ധം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഒരു മുഅ്മിനിൻ്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷ ഗുണമാണ്, അവൻ്റെ സഹോദരന് എന്തെങ്കിലും വേദന ബാധിച്ചാൽ അത് അവൻ്റെ വേദനയായിട്ടാണ് എന്ത് ചെയ്യുക? ഒരു മുഅ്മിൻ കണക്കാക്കുക എന്നാണ്. ഹുവല്ലദീ യതഅല്ലമു ലിആലാമി ഇഖ്വാനിഹി വയഅ്മലു ബിആമാലിഹിം വയുസിറഹും അലാ നഫ്സിഹി. സ്വന്തം നഫ്സിനെക്കാളും ആർക്കായിരിക്കും മുൻഗണന കൊടുക്കുക? മുഅ്മിനാണ് എന്ത് ചെയ്യുക? മുൻഗണന കൊടുക്കുക. അതിനൊരു ചരിത്ര സംഭവം കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. യർമൂക്ക് യുദ്ധത്തിൽ ഹുദൈഫത്തുൽ അദവി റഹിമഹുല്ല പറയാൻ, ഞാൻ എന്ത് ചെയ്തു? യർമൂക്ക് യുദ്ധത്തിൽ എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകനെ തേടി പോകാൻ. അങ്ങനെ അവനെ കണ്ടു. അവനെ കണ്ടപ്പോൾ ഞാൻ വെള്ളം ചെയ്തു അവന് കൊടുക്കാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ആൾ ചോദിക്കുന്നത്, എനിക്ക് വെള്ളം വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ആൾ പറഞ്ഞു എന്ത്? അപ്പോൾ ഇവരൊക്കെ പറയാണ് അപ്പുറത്തുള്ള ആൾ കൊടുത്തോ അപ്പുറത്തുള്ള ആൾക്ക് കൊടുത്തോ എന്ന് പറയാൻ. ആദ്യം പോയപ്പോൾ സന്ദർഭത്തിൽ പറഞ്ഞു എന്നെക്കാളും ഇവൻ ദാഹിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അവൻ്റെ അടുക്കൽ പോയപ്പോൾ അപ്പുറത്തെ ആളെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ലാസ്റ്റ് ആരാണോ ആദ്യം ആരുടെ അടുക്കലാണോ വന്നത് അതേ വ്യക്തിയുടെ അടുക്കലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? മരിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ആ സന്ദർഭത്തിൽ പോലും ആരെയാണ് മുൻഗണന നൽകിയത്? ബാക്കിയുള്ള ആളുകൾക്കാണ്, ബാക്കിയുള്ള മുഅ്മിനീങ്ങൾക്കാണ്. അപ്പോൾ മറ്റുള്ളവരുടെ വീഴ്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? ഇല്ല. അത് നമ്മുടെ സ്വന്തം വീഴ്ച പോലെയാണ് എന്ത് ചെയ്യുക? നമ്മൾ കാണുക. കാരണം അവന് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം നമ്മുടെ മനഹജിലുള്ള ആളുകൾക്കുള്ള തെറ്റാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതിൽ നമുക്കൊരു വിഷമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷത്തിന് പകരം ഒരു വിഷമമാണ് നമുക്കുണ്ടാകേണ്ടത്.
എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഫല്ലാഹ അല്ലാഹ യാ ദുആത സുന്ന ഫീ തത്ബീഖ് ഹാദൽ മബ്ദ ബൈനക്കും വബൈന ഇഖ്വാനിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ പാലിക്കണം, പുലർത്തണം. ഫഇന്നഹു അഅലമു ഇലാജിൻ ലി ഇസാലത്തിൽ ഇഹ്നി വജ്തിമാഇൽ കലിമ. പരസ്പരം ഒന്നിക്കാൻ, ഐക്യപ്പെടാൻ ഇതാണെന്ത് ഏറ്റവും വലിയ മാർഗം. വതൗഹീദുൽ ജുഹൂദി ഫി ദഅവതി ഇലല്ലാഹി തആല. അല്ലാഹുവിലേക്കുള്ള പ്രബോധനത്തിൽ അതിശീഘ്രം മുന്നേറാൻ ഇതെന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈ ഇന്നമാ അംറുഹും ഇലല്ലാഹ്. എന്നിട്ട് പറയാണ് ഫകൈഫ യജൂസു മഅ ഹാദാ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഫ്തരിഖ വതഖ്തലിഫ ഹത്താ യുവാലിയ അർറജുലു ത്വായിഫതൻ വയുആദിയ ത്വായിഫതൻ ഉഖ്റ ബിദ്ദന്നി വൽ ഹവ. ഇങ്ങനൊക്കെ പറഞ്ഞിരിക്കെ പിന്നെ എങ്ങനെയാണ് റസൂലിൻ്റെ ഉമ്മത്ത് തെറ്റിപ്പിരിയുക? പിന്നെ എങ്ങനെയാണ് ഒരു സമൂഹത്തിലെ ആളുകൾ മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്യുക? ശത്രുത വെച്ച് പുലർത്തുക. അതും എങ്ങനെയാണ് ശത്രുത വെച്ച് പുലർത്തുന്നത്? ബിലാ ബുർഹാനി മിൻ അല്ലാഹ്. അള്ളാഹിൻ്റെ അടുക്കൽ എന്തില്ല? യാതൊരു തെളിവില്ലാതെയാണ് എന്ത് ചെയ്യുന്നത്? അവർ ശത്രുത വെച്ച് പുലർത്തുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ബഹ്റൈനിലൊക്കെ എന്ത് ചെയ്തു? ഒരു റിസാല എഴുതിയെന്നാണ്. ബഹ്റൈനിലുള്ള ആളുകൾക്ക് ഒരു റിസാല എഴുതി. കാരണം അദ്ദേഹത്തിന് ചോദ്യമായി വന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഫാറുകൾ അള്ളാഹുവിനെ ആഖിറത്തിൽ കാണുമോ ഇല്ലേ എന്നതാണ് മസ്അല. കാഫിര്യങ്ങൾ അള്ളാഹുവിനെ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണുമോ ഇല്ലേ? അപ്പോൾ ഇതിൽ മൂന്ന് അഭിപ്രായമാണ് ഉള്ളത്. അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പരസ്പരം പോരടിച്ചു. ഈ വിഷയത്തിൽ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞവൻ്റെ പിന്നിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നിസ്കരിക്കാനേ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ അവസ്ഥയും കഴിഞ്ഞിട്ട് യുദ്ധത്തിലേക്ക് എത്തി നിൽക്കാൻ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ മസ്അലൻ്റെ പേരിൽ യുദ്ധം നടക്കും. ആ കോലത്തിലേക്ക് എത്തിയപ്പോഴാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ 5 അദബുകളാണ് ആ വിഷയത്തിൽ പറഞ്ഞത് അവരോട്. അതിൽ ഒന്നാമത്തെ കാര്യം അന്ന മൻ സകത അനിൽ കലാമി ഫി ഹാദിഹിൽ മസ്അല വലം യദ്ഉ ഇലാ ഷൈഇൻ ഫഇന്നഹു ലാ യഹില്ലു ഹജ്റുഹു. ഒരാൾ ഈ മസ്അലയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം, ഓനെന്ത് ചെയ്യാൻ പറ്റൂല? ഹജ്ർ ചെയ്യാൻ പറ്റൂല. വഇൻ കാന യഅ്തഖിദു അഹദ അത്തൊർഫൈൻ. അതല്ലെങ്കിലോ ഏതെങ്കിലും ഒരു തൊർഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും ഒരു അറ്റത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നല്ലെങ്കിൽ ഈ അഭിപ്രായം, അതല്ലെങ്കിൽ ഈ അഭിപ്രായം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റൂല? ഓനെ ഒഴിവാക്കാൻ പറ്റൂല. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, അതായത് ബിദ്അത്തുകാരനാണെന്ന് വിചാരിക്കുക. ഫഇന്നൽ ബിദ്അ അല്ലതി ഹിയ അഅ്ലമു മിൻഹാ ലാ യുഹ്ജറു ഫീഹാ ഇല്ല ദാഇയ. ഇനി ബിദ്അത്തുകാരനാണ് ഓൻ, എന്നാൽ ഓനെയും നമുക്ക് ഹജ്ർ ചെയ്യാൻ പറ്റൂല. എപ്പോഴല്ലാതെ? ബിദ്അത്തിലേക്ക് പ്രകടമായി ക്ഷണിക്കുന്നവനാകണം. ഇനി ബിദ്അത്തിലേക്ക് ഒരുത്തൻ പ്രകടമായിട്ട് ക്ഷണിക്കുന്നൊന്നുമില്ല, അപ്പോൾ എന്താണ്? ഓനെ ഹജ്ർ ചെയ്യൂല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തേത് അന്നഹു ലാ യംബഗി ലി അഹ്ലിൽ ഇൽമി അൻ യജ്അലു ഹാദിഹിൽ മസ്അല മിഹ്ന വശിആറൻ യുഫദ്ദിലൂന ബിഹാ ബൈന ഇഖ്വാനിഹിം വഅൽദാദിഹിം. ഈ മസ്അല എന്താക്കുക? ഈ മസ്അല വെച്ചിട്ട് ഇങ്ങനെ വിശ്വസിച്ചവനാണെന്ത്? മറ്റവനേക്കാളും ഉത്തമം. ഇങ്ങനെ വിശ്വസിക്കാത്തവൻ എന്തല്ല? ഇവൻ്റെ അത്രയൊന്നും ഉത്തമനല്ല എന്ന ഒരു ഷിആറാക്കിയിട്ട് ഈ മസ്അലയെ എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ പറ്റൂല. കാരണം ചെറിയ മസ്അലയാണ്, താഫിഹായ മസ്അലയാണ്, വലിയ മസ്അല അല്ല. അപ്പോൾ അതിനെ ആ കണ്ണോടുകൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. മൂന്നാമത്തേതായിട്ട് പറയാം, ഇതെന്ത് ചെയ്യരുത്? നിങ്ങൾ സാധാരണക്കാർക്കിടയിൽ ഈ പ്രശ്നം കൊണ്ടുപോയി ഇടരുത്. വകദാലിക ലാ യുഫാതിഹു ഫിഹാ അവാമൽ മുസ്ലിമീൻ അല്ലദീന ഹും ഫി ആഫിയത്തിൻ വസലാമിൻ മിനൽ ഫിതൻ. അവർ ഫിത്തനയിൽ നിന്നുമൊക്കെ സംരക്ഷിക്കപ്പെട്ട് നല്ല രൂപത്തിൽ ഇബാദത്തും കാര്യങ്ങളൊക്കെ ആയി പോവാൻ. അപ്പോൾ അവരെന്ത് ചെയ്യരുത്? ഇതിലേക്ക് നിങ്ങൾ വലിച്ചു കൊണ്ടരുത്. വലാകിൻ ഇദാ സുഇല റജുലു അൻഹ. എന്നാൽ എന്ത് ചെയ്തു? ഒരു സാധാരണക്കാരൻ വന്ന് ചോദിച്ചു, അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഔ റഅ മിൻ മൻ ഹുവ അഹ്ലുൻ ലി തഅരീഫിഹി ദാലിക്. അതല്ലെങ്കിൽ സാധാരണക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ എന്ത് ചെയ്യരുത്? ഇത് നീ സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കരുത്. നാലാമത്തത് പറയാം, ഇദശ്തബഹൽ അംർ ഹൽ ഹാദൽ ഖൗലു അവിൽ ഫിഅലു മിമ്മാ യുആഖബു സാഹിബുഹു അലൈഹി ഔ മിമ്മാ ലാ യുആഖബ്. ഒരു സംശയം വരികയാണ്, ഈ പറഞ്ഞ മസ്അല ഇങ്ങനെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ, അള്ളാഹിൻ്റെ ശിക്ഷക്ക് അർഹമാവുമോ ഇല്ലയോ എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മളോട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവുകയില്ല എന്നതാണ് അസ്ല്. ഫൽ വാജിബു തർക്കുൽ ഉഖൂബ. അസ്ലെന്താ? ശിക്ഷ ഉണ്ടാവുകയില്ല. ശിക്ഷ ഉണ്ടാകണമെങ്കിൽ കൃത്യമായ തെളിവ് എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ വേണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായി ഏതെങ്കിലും ഒരു മസ്അലയിൽ, ഇങ്ങനെ വിശ്വസിച്ചാൽ ശിക്ഷിക്കപ്പെടുമോ അതല്ല ശിക്ഷിക്കപ്പെടാതിരിക്കുമോ എന്ന് സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനം എന്താ? ശിക്ഷ
ഉണ്ടാവുകയില്ല. എന്നിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഫഇന്നൽ ഫസാദ നാഷിഅ ഫി ഹാദിഹിൽ ഫുർഖതി അൽആഫ അശ്ശർരി അന്നാഷി മിൻ ഖതഇ നഫരിൻ ഖലീലിൻ ഫി മസ്അലത്തിൻ ഫർഇയ്യ. ഈ മസ്അലയിൽ എന്ത് ചെയ്തു? അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഈ മസ്അലയെ തൊട്ടുണ്ടായ ഫുർഖത്താണ് എന്നാണ്. ഈ മസ്അല കാരണം എന്തുണ്ടായി? ടീമായി മാറി. അതാണെന്ത്? ഏറ്റവും വലിയ ഫിത്ന എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ല പറയുന്ന ഒരു വളരെ കൃത്യമായൊരു കാര്യം, അൽ ഇജ്തിമാ, ഒരുമിച്ച് കൂടുക, അഭിപ്രായ വ്യത്യാസത്തിലാകാതെ ഒരുമിച്ച് കൂടുക. എങ്ങനെയുള്ള ഒരുമിച്ച് കൂടലാണ്? ഹല്ലദീ ഫീഹി നഖ്സുൻ കബീർ. ആ ഒരുമിച്ച് കൂടലിൽ എന്തുണ്ട്? ഒരുപാട് പോരായ്മ ഉണ്ട്. അതാണെന്ത്? ഖൈറും മിനൽ ഇഫ്തിറാഖ്. എന്തിനേക്കാളും നല്ലത്? ഓരോ ടീമായി നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു ടീമായി ഒരുപാട് നഖ്സ് ഉണ്ടെങ്കിലും അതാണ് ഖൈർ എന്നാണ്. അല്ലദീ യുളന്നു ഫീഹി ഖൈറുൻ കസീർ. നമ്മൾ വിചാരിക്കും ഒരുപാട് ടീമായിട്ട് ഇങ്ങനെ നിൽക്കലാണെന്ത്? ഖൈർ എന്ന് വിചാരിക്കും. അതിനേക്കാളും ഖൈർ എന്താണ്? ഒരുമിച്ച് കൂടി എന്നാൽ ഒരുപാട് നഖ്സ് ഉണ്ട്, പോരായ്മ ഇല്ല എന്നും പറയുന്നില്ല. അതാണെന്ത്? ഏറ്റവും ഖൈർ എന്നാണ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞു വെക്കുന്നത്. അഞ്ചാമത്തേത് നമ്മൾ പറഞ്ഞാൽ 5 മസ്അലയാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുക. അഞ്ചാമത്തേത് എന്ത് ചെയ്യുക? നമ്മൾ ഹക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹക്കിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന എടുത്തു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ എന്ന് പറയുന്ന ആ പ്രാർത്ഥന. അപ്പോൾ ശരീഅത്ത് നോക്കുന്ന, ശരീഅത്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന വിഷയമാണ് ഐക്യപ്പെടുക എന്നുള്ളത്. എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വൽ ബുഅദു അനി തഫറുഖി വൽ ഇഖ്തിലാഫ്. തഫറുഖിനെ തൊട്ട്, വേർപിരിയുന്നതിനെ തൊട്ട്, പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലാകുന്നതിനെ തൊട്ട് എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. വലി അജലി ഹാദാ കം മനഅത് അശ്ശരീഅത്തു മിൻ ഉഖൂദിൻ വ മുആമലാത്തിൻ ഖശ്യത വുഖൂഇൻ നിസാ. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാകും, അഭിപ്രായ വ്യത്യാസത്തിലാകും എന്നതിനെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കച്ചവടങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്, ഒരുപാട് ഇടപാടുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. കാരണം എന്ത് നടക്കും? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പരസ്പരം പോരടിക്കലുണ്ടാകും. അപ്പോൾ അത് അടിസ്ഥാനം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇജ്തിമാ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചില പണ്ഡിതന്മാരൊക്കെ മഖാസിദുകളിൽ എണ്ണിയിട്ടുണ്ട്. അടിസ്ഥാന വിഷയം എന്താ? ഇജ്തിമാ, ആളുകളൊക്കെ ഒന്നിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം പരിശോധിച്ച് നോക്കിയേ, 5 വക്ത് നിസ്കാരം ഒപ്പാണ്, അത് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. സൊഫ്, അതേപോലെ നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ എന്തുണ്ട്? ഇതിലൊക്കെ ഒരു ഇജ്തിമാ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇജ്തിമാ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? പരസ്പരം വേർതിരിഞ്ഞ് ഓരോ വിഭാഗങ്ങളായി കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി എന്ത് ചെയ്യും? ശോഷിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുണ്ടാകരുത് എന്നതുകൊണ്ടാണ്. ഒരിക്കൽ മദീനയിലെ ഇമാം അദ്ദേഹം വേറൊരു നാട്ടിലേക്ക് പോയ സന്ദർഭത്തിൽ അദ്ദേഹം നിസ്കാരത്തിന് നേതൃത്വം നിൽക്കുകയാണ്, വേറെ നാട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിൽക്കുന്ന നാട്ടിൽ അദ്ദേഹം എന്ത് ഓതൂല? ബിസ്മി ഓതൂല, ഹംദ് പറഞ്ഞിട്ടാണ് തുടങ്ങുക. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ബിസ്മി ഉറക്കോതി. അതെന്തുകൊണ്ടാ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസ്മി ഉറക്ക ഓതാതിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്, അദ്ദേഹം പഠിച്ചതനുസരിച്ച്. പക്ഷെ ആ സുന്നത്ത് ഇവിടെ എന്ത് ചെയ്തു? അദ്ദേഹം ഒഴിവാക്കി. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സുന്നത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവും, ആളുകൾക്ക് വസ്വാസം ഉണ്ടാകും, അത് പരസ്പരം തെറ്റിക്കും. അപ്പോൾ ആ സുന്നത്ത് ഒഴിവാക്കി. എന്തിനു വേണ്ടിയിട്ട്? അതിനേക്കാളും വലിയ മസ്ലഹത്ത് അവിടെ ഉണ്ട്. അതെന്താ? ഇജ്തിമാഉൽ കലിമ. ആളുകൾക്ക് എന്ത് ചെയ്യും? ഒന്നിക്കും, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ മാർഗം സ്വീകരിച്ചു. ആ സുന്നത്ത് പിന്നെ എടുക്കാമല്ലോ. ആ സുന്നത്ത് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അവിടെയാണ് പറയുന്നത് ഇജ്തിമാ എന്താണ്? ഒരുമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് ഇബ്രാഹിം ആലു ഷെയ്ഖ് പറഞ്ഞു വെച്ചത്, അൽ ഇജ്തിമാഉ ലദീ ഫീഹി നഖ്സുൻ കബീർ. ഒരുപാട് നഖ്സുള്ള ഇജ്തിമാ ആണെന്ത്? ഏറ്റവും ഖൈറായത് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഏഴാമത്തേത് വുജൂബു തആവുൻ അലാ നശ്രിൽ ഖൈർ വൈൻ വുജിദ ഇഖ്തിലാഫുൻ ഫീ ബഅദിൽ മസാഇൽ. ചില മസ്അലകളിൽ ഇഖ്തിലാഫ് ഉണ്ടായാലും നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം? ഖൈറിൻ്റെ വിഷയത്തിൽ സഹകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഫൽ മദ്മൂമു ഹുവ തഫറുഖു വൽ ഖിലാഫുൽ ഹിസ്ബി അൽ ബിദഇ അല്ലദി യസിലു ബി അസ്ഹാബിഹി ഇലാ മുഫാറഖത്തിൽ ജമാഅ വ മുവാലാത്തി അഹ്ലിൽ ബിദഅ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം തെറ്റിപ്പിരിയും ഒരേ മനഹജിലുള്ള ആളുകൾ.
എന്നിട്ട് ഇവർക്ക് ആരോട് കൂറുണ്ടാവും? ബിദഅത്തിൻ്റെ അഹ്ലുകാരോട് ഇവരെക്കാളും കൂറുണ്ടാവും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഇവരെന്ത് ചെയ്യാറുണ്ട്? എത്തിപ്പോകാറുണ്ട്. അതെന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരേ മനഹജിലുള്ള ആളുകളാണല്ലോ. എന്നിട്ട് ഷെയ്ഖ് ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിക്കാം. അതായത് ഉമ്മത്ത് എന്ത് ചെയ്യണം? ഒരുമിച്ച് നിൽക്കണം, ഭിന്നിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യും? അവർ ഭിന്നിക്കുന്ന അവസ്ഥയുണ്ടാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ആ ഭിന്നിപ്പാണ് എന്ത് ചെയ്യുന്നത്? ശത്രുക്കൾ നമുക്കെതിരെ തിരിയാൻ ഏറ്റവും കൂടുതൽ കാരണമായി തീരുന്ന ഒന്നെന്താണ്? ആ ഭിന്നിപ്പാണ്. ഭിന്നിപ്പ് ഒഴിവായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉമ്മത്തിന് ശക്തി ലഭിക്കും. വൈദാ തഫറഖൽ ഖൗമു, ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, ഒരു സമൂഹം അവർ ഭിന്നിച്ചു കഴിഞ്ഞാൽ ഫസാദാകും. വഹലക്കു, നശിച്ചു പോകും. വൈദജ്തമഉ, അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ സ്വലഹു. വമലക്കു, എല്ലാം എന്ത് ചെയ്യും? അവർ ഉടമപ്പെടുത്തും. ഫൈനൽ ജമാഅത്ത റഹ്മ, ജമാഅത്ത് എന്താണ്? റഹ്മത്താണ്. വൽ ഫുർഖത അദാബുൻ, ഫുർഖത്ത് എന്നുള്ളത് ശിക്ഷയാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു വെക്കാൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇഖ്തിലാഫ് ഉണ്ടാവുക എന്നുള്ളത് അമ്രുൻ ലറൂറിയാണ്. എന്തായാലും എന്ത് ചെയ്യും? ഇഖ്തിലാഫ് ഉണ്ടാവും. ഇഖ്തിലാഫ് ഉണ്ടാകണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കാനൊന്നും പറ്റൂല. ഇഖ്തിലാഫ് എന്തായാലും ഉണ്ടാവും. കാരണം ജനങ്ങളുടെ ഫഹ്മിൽ വ്യത്യാസമുണ്ട്, ഗ്രാഹ്യതയിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും മനസ്സിലാകണം എന്നില്ല. പക്ഷെ ഇവിടെ മദ്മൂം എന്താ? വിലക്കപ്പെട്ടത് എന്താ? ഇഖ്തിലാഫ് ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. ഇഖ്തിലാഫ് ഉണ്ടായിരിക്കെ തന്നെ പരസ്പരം എന്ത് ചെയ്യുക? മറ്റോനെ ആക്രമിക്കുക, അതിൻ്റെ പേരിൽ, അതായത് മറ്റൊരുത്തൻ്റെ മേലൊക്കെ എന്ത് ചെയ്യുക? അനീതിപരമായിട്ട് ഇടപെടുക. ഇതൊക്കെയാണ് എന്ത് ഇവിടെ വിലക്കപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഇഖ്തിലാഫ് ഉണ്ടാകും. ഇഖ്തിലാഫ് ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ആ ഇഖ്തിലാഫിനെ തരണം ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഒന്നിച്ച് പോകുക എന്നുള്ളതാണ്. വഇല്ലാ ഫഇദാ കാന അൽ-ഇഖ്തിലാഫു അലാ വജ്ഹിൻ ലാ യുഅദ്ദി ഇല അത്തബായുൻ വത്തഹസ്സുബ് വകുല്ലു മിനൽ മുഖ്തലിഫീന ഖസ്ദുഹു തആഅത്തല്ലാഹി വറസൂലിഹി ലം യദുറ ദാലിക അൽ-ഇഖ്തിലാഫ്. എന്നാൽ ആ ഇഖ്തിലാഫ് കൊണ്ട് ഒരു ടീമൊന്നും ആവുന്നൊന്നുമില്ല. ഇഖ്തിലാഫ് ഉണ്ട്, പക്ഷേ ആ ഇഖ്തിലാഫിൻ്റെ പേരിൽ എന്താകുന്നില്ല? വിഭജിക്കുന്നൊന്നുമില്ല എങ്കിൽ എന്തില്ല? യാതൊരു പ്രശ്നമില്ല. കാരണം സ്വഹാബാക്കളുടെ ഇഖ്തിലാഫ് ആ രൂപത്തിലായിരുന്നു. അവരുടെ അസ്ലൊന്നായിരുന്നു, അവരുടെ ലക്ഷ്യമൊന്നായിരുന്നു, അവരുടെ മാർഗം ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇഖ്തിലാഫിൽ എന്തില്ല? യാതൊരു കുഴപ്പവും ഇല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയും പറഞ്ഞ കൗലുകൾ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യമുണ്ട്. ഒന്നാമത്തേത്, ഉമ്മത്തിൽ ഇഖ്തിലാഫ് എന്ത് ചെയ്യും? നടക്കുന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയമില്ല. ഉമ്മത്തിൽ ഇഖ്തിലാഫ് എന്തായാലും ഉണ്ടാവും. വമൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. അപ്പോൾ ഇഖ്തിലാഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇഖ്തിലാഫ് എന്തായാലും ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തേത്, അന്നൽ ഖിലാഫൽ മദ്മൂം. അപ്പോൾ ഖിലാഫ് ഉണ്ടാവാന്നാണല്ലോ വിഷയം. അപ്പോൾ വെറുക്കപ്പെട്ട ഖിലാഫ് ഏതാണ്? ഉസൂലുകളിലുള്ള ഖിലാഫാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഉസൂലിൽ തെറ്റിക്കഴിഞ്ഞാലാണെന്ത്? മദ്മൂമായ വിഷയം എന്നുള്ളത്. വഫീമ ഇത്തഫഖ അലൈഹി ഉലമാഉ സലഫി ഫിൽ മസാഇലി വസ്സവാബിത് അല്ലതി ലാ യസൂഗുൽ ഖിലാഫു ഫീഹാ. ഖിലാഫ് ഉണ്ടാകാൻ പാടില്ലാത്ത അടിസ്ഥാനപരമായ വിഷയത്തിൽ ഖിലാഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെറുക്കപ്പെട്ടതാണ്. അത് വെറുക്കപ്പെട്ടതാണ്. ഇവിടെ ഖിലാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപത്തിലാണ് ഖിലാഫ് ഉള്ളത്. ഒന്ന്, ഖിലാഫിനെ കുറിച്ച് പറയുന്നിടത്ത് അൽ മസ്അല അൽ ഖിലാഫിയ ഒന്നാമത്തത്. രണ്ടാമത്തത് അൽ മസ്അല അൽ ഇജ്തിഹാദിയ, ഇജ്തിഹാദിയായ മസ്അലയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മസ്അല അൽ ഖിലാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. അൽ മസായിൽ അൽ ഇജ്തിഹാദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഭിപ്രായ വ്യത്യാസമുള്ളത് തന്നെയാണ്. പക്ഷേ ഇജ്തിഹാദിയായ മസ്അലയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസം എന്താണ്? ഭയങ്കര ശക്തമായ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമാണെങ്കിൽ അതിനെന്തെന്ന് പറയും? അൽ മസ്അല അൽ ഇജ്തിഹാദിയ എന്ന് പറയും. എന്നാൽ അത്ര ശക്തമല്ലെങ്കിലോ അൽ മസ്അല അൽ ഖിലാഫിയ എന്നാ പറയാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മസ്അല ഇജ്തിഹാദിയാണോ ഖിലാഫിയാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. മസ്അല പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇത് ഖിലാഫിയായ മസ്അലയാണോ, ഇത് ഇജ്തിഹാദിയായ മസ്അലയാണോ, ഇത് ഉസൂലിലാണോ ഖിലാഫ്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക? മറുപടിക്ക് പോകുക എന്നാണ്. നമ്മളിപ്പോൾ അതാണല്ലോ പറയാം, ഒരേ മനഹജിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? മറുപടി കൊടുക്കുന്നു, ഉത്തരം പറയുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ കൊടുക്കുന്നതിന് മുമ്പ് എന്തറിയണം? ഇത് ഖിലാഫിയായ മസ്അലയാണോ, ഇത് ഇജ്തിഹാദിയായ മസ്അലയാണോ, ഇത് ഉസൂലിയായ മസ്അലയാണോ എന്ന് തിരിച്ചറിയണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? മറുപടി കൊടുക്കൽ പറ്റൂല. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് അൽ മസ്അല അൽ ഖിലാഫിയ. ഖിലാഫിയായ മസ്അലയിൽ നമ്മൾ എന്ത് ചെയ്യും? മറുപടി കൊടുക്കും. വളരെ നസീഹത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം?
മറുപടി കൊടുക്കാം എന്നാണ് എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാർ പറയുന്നത്. ഖിലാഫിയായ മസ്അല എന്ന് പറയുമ്പോൾ ഖിലാഫ് വളരെ ചെറിയ ഖിലാഫാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില മദ്ഹബുകൾ എന്ത് ചെയ്തു രേഖപ്പെടുത്തി വെച്ചത് തശഹുദ് എന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൈ ഉയർത്തും. അത് ഉയർത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഖിലാഫാണ്, അഭിപ്രായ വ്യത്യാസത്തിലായി. അതെന്തിനോടാണ് ഖിലാഫാകുന്നത്? റസൂലിൻ്റെ ഹദീസിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനോട് ഖിലാഫാകുന്നുണ്ട്. കാരണം ഹദീസിൽ വളരെ വ്യക്തമായി വന്ന വിഷയമാണ് എന്ത്, കൈ പൊക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, അത് ഖിലാഫാണ്, നമ്മൾ പരസ്പരം ഉത്തരം പറയേണ്ട എന്ന് പറയില്ല. കാരണം കൃത്യമായിട്ട് ഹദീസിനെതിരാണിത്, നമ്മൾ പറഞ്ഞു കൊടുക്കും അത് ഹദീസിനെതിരാണ്, അത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഖിലാഫുകൾ, അതായത് ലഈഫായ ഖിലാഫുകൾ, അതിനെന്ത് ചെയ്യാം, നമുക്ക് മറുപടി കൊടുക്കാം. ഇനി ഖിലാഫ് കവിയാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റൂല, മറുപടി കൊടുക്കാൻ പറ്റൂല. ഖിലാഫ് കവിയാകുമ്പോഴാണ് മസ്അല എവിടേക്ക് മാറുക, മസ്അല അൽ ഇജ്തിഹാദിയ എന്നതിലേക്ക് മാറുക. മസ്അല അൽ ഇജ്തിഹാദിയയിൽ അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന ഖായിദ ലാ ഇൻകാറ ഫിൽ മസാഇലിൽ ഇജ്തിഹാദിയ. ഇജ്തിഹാദിയായ മസ്അലയിൽ എന്തില്ല, ഇൻകാറില്ല, പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം എതിർക്കപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, അതിനെതിരെയുള്ള അഭിപ്രായമാണ് എനിക്ക്. അവിടെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു പോവാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പോകാം. അതല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അഭിപ്രായത്തെ എടുക്കുന്നു, ആ അഭിപ്രായത്തെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ പേര് പറയുന്നു, നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മറുപടി പറയാൻ അതിൽ യാതൊരു വകുപ്പില്ല. കാരണം വേറൊരു കായിക ഉണ്ട്. വേറൊരു കായിക എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫകുല്ലു മുജ്തഹിദീൻ മുസീബുൻ, എല്ലാ മുജ്തഹിദും എന്താണ്, മുസീബാണ് എന്നാണ്. ഓനക്ക് എന്തുണ്ട്, കൂലിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എങ്ങനെ എതിർക്കാൻ പറ്റൂലല്ലോ. എല്ലാ മുജ്തഹിദിനും കൂലിയുണ്ട്, അപ്പോൾ എതിർക്കാൻ പറ്റൂല. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ വിഷയം മസ്അല ഇജ്തിഹാദിയാണ്. ഒരാൾ പറയാണ് ഹറാമാണ്, ഓക്കെ, ഓന് ഹറാമാണ്, ഓൻ എടുക്കണ്ട, ഓൻ ആ രൂപത്തിൽ പോയിക്കോട്ടെ. എന്നാൽ ഒരാൾ നേരെ തിരിച്ചു പറയാൻ, ഓനങ്ങനെ മനസ്സിലാക്കിയത്, ഓൻ എന്ത് ചെയ്യട്ടെ, ആ രൂപത്തിൽ പോകട്ടെ. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറ്റൂല. അതോടൊപ്പം തന്നെ മസ്അല ഇജ്തിഹാദിയൊക്കെ മറ്റൊരു ഉദാഹരണമാണ് ഫാത്തിഹ. മൂന്ന് ഉറക്കോതുന്ന നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് എന്താണ്, അൽ മസ്അല അൽ ഇജ്തിഹാദിയാണ്. ഒരാൾ പറയാണ് ഫാത്തിഹ ഓതണ്ട, എന്ത് ചെയ്താൽ മതി, കേട്ടാൽ മതി എന്ന് പറയാം. മറ്റാൾ പറയാനല്ല, എന്ത് ചെയ്യണം, ഫാത്തിഹ ഓതണം. അപ്പോൾ ഇത് സലഫി ലോകത്ത് തന്നെ രണ്ട് അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ പറയുന്നത് ഫാത്തിഹ ഓതണം എന്നാണ്. എന്നാൽ ബാക്കിയുള്ള സലഫി ഉലമാക്കളിൽ കുറച്ച് ആളുകളൊക്കെ പറയുന്നത് എന്ത് ചെയ്യണ്ട, ഫാത്തിഹ ഓതണ്ട, ഇമാമിൻ്റെ ഓത്ത് കേട്ടാൽ മതി. ഇമാമിൻ്റെ ഓത്താണെന്ത്, മഅ്മൂമിൻ്റെ ഓത്ത് എന്നാണ് പറയുന്നത്. ഇതിലെന്ത് ചെയ്യാൻ പറ്റൂല, ഒരാൾ അങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കാനോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്ത് അത് നാട്ടിൽ പ്രചരിപ്പിക്കാനോ ഉള്ളതല്ല. പക്ഷെ രണ്ടും എന്ത് ചെയ്യാം, ഒരാൾക്ക് അതാണ് തോന്നുന്നതെങ്കിൽ ആ രൂപത്തിൽ പോകും, മറ്റേ വിഭാഗം ആ രൂപത്തിൽ പോകും. അപ്പോൾ ഇതാണ് മസ്അല ഖിലാഫിയെയും മസ്അല ഇജ്തിഹാദിയെയും. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, മറുപടി കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഉസൂലിയായ മസ്അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസ്അലൻ്റെ കീഴിൽ ഒരുപാട് മസ്അലകൾ വരും. ഒരു മസ്അല, അതിൻ്റെ കീഴിൽ ഒരുപാട് ഫറഅകൾ ഉണ്ടാവും. അപ്പോൾ ആ മസ്അലയിൽ തെറ്റിയ ഈ ഫറയിലൊക്കെ എന്തുണ്ടാവും, പ്രശ്നം വരും. അങ്ങനെയുള്ളതിനാണ് ഉസൂലിയായ മസ്അല എന്ന് പറയുക. ഫറഇയായ മസ്അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മസ്അലയാണ്. ഒറ്റ മസ്അല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉസൂലിയായ മസ്അലക്ക് ഉദാഹരണം അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും, അള്ളാഹിൻ്റെ പല സിഫത്തുകൾ വരും. അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫത്ത് വരും, അള്ളാഹുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സിഫത്ത് വരും, അള്ളാഹുവിൻ്റെ അതോടൊപ്പം തന്നെ ദാത്തിയായ സിഫത്ത് വരും, ദാത്തിൽ നിലകൊള്ളുന്ന. ഇപ്പോൾ ഇൽമ് എന്നുള്ളത് ദാത്തിയായ സിഫത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് എന്നത് ഉസൂലാണ്. അതിലെന്ത് ചെയ്യും, ഒരുപാട് മസ്അലകൾ വരും. അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഉസൂലിയായ വിഷയത്തിലാണ് തെറ്റിയതെങ്കിൽ ഓനെന്ത് ചെയ്യപ്പെടും, തബ്ദീഅ് ചെയ്യപ്പെടും. ഫർഇലാണെങ്കിലോ ബിദ്അത്ത് ചെയ്യാൻ വകുപ്പില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഫർഇൽ തെറ്റിയ ആളുകളെ റഹിമഹുല്ലാ എന്നവരെ വിശേഷിപ്പിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതായത് ഒരു സിഫത്തിന് ഒരാൾ എന്ത് ചെയ്തു, നിഷേധിച്ചു എന്ന് വിചാരിക്കാം. ഫർഇയായ ഒരു സിഫത്ത്, ആ ഒരു സിഫത്തിനെ നിഷേധിച്ച സിഫത്തിൻ്റെ അവസ്ഥ തന്നെ എന്തല്ല, അഹ്ലുൽ ബിദ്അക്കിടയിലും അഹ്ലു സുന്നക്കുമിടയിലുള്ള സിഫത്തുമല്ല. അഹ്ലുൽ ബിദ്അഉം അഹ്ലു സുന്നയും രണ്ട് വിഭാഗമാണല്ലോ. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ആ സിഫത്തിൻ്റെ വിഷയത്തിൽ, രണ്ടാളും അംഗീകരിച്ച് പോകുന്നതാണ്. അപ്പോൾ അഹ്ലു സുന്നത്ത് ഒരാളെന്ത് ചെയ്തു, നിഷേധിച്ചു, ഈ സിഫത്തിനെ നിഷേധിച്ചു. എന്നാൽ എന്താവില്ല, അഹ്ലു സുന്നയിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ ഫർഇയായ ഒരു കാര്യം നിഷേധിച്ചാൽ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോകും. എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹ്ലുസുന്നക്കും അഹ്ലുൽ ബിദ്അക്കും ഇടയിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഫർഇയായ വിഷയമാണ്.
അങ്ങനെ ഒരു ഫർഇയായ വിഷയത്തിൽ ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓന് ബിദ്അത്തിലേക്ക് എത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉസൂലിൽ തെറ്റിയാൽ തബ്ദീഇ ചെയ്യപ്പെടും, ഫർഇൽ തെറ്റിക്കഴിഞ്ഞാൽ തബ്ദീഇ ചെയ്യും. എപ്പോൾ? രണ്ടും അഹ്ലുസുന്നക്കും അഹ്ലുൽ ബിദ്അക്കും ഇടയിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാകണം എന്നുള്ള കാര്യങ്ങളാണ് ഷെയ്ഖ് പറയുന്നത്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ ഇഖ്തിലാഫിനെ രണ്ട് രൂപത്തിൽ വിഭജിക്കുന്നുണ്ട്. ഒന്ന് ഇഖ്തിലാഫു തനവുഇൻ, രണ്ടാമത്തത് ഇഖ്തിലാഫു തലാദാണ്. തനവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തല്ല, ശരിക്കും ഇഖ്തിലാഫല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് വൈരുദ്ധ്യമല്ല, മറിച്ച് വൈവിധ്യമാണ്. വൈരുദ്ധ്യമല്ല, പരസ്പരം വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. എന്നാൽ ഇഖ്തിലാഫു തലാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വീകരിച്ചാൽ അപ്പുറത്ത് എന്ത് ചെയ്യേണ്ടി വരും? തള്ളേണ്ടി വരും. അതാണ് ഇഖ്തിലാഫ് തലാദ് എന്നുള്ളത്. ഫഖ്തിലാഫു തനവുഇ ഇന്നമാ യകൂനു ഫിൽ മസാഇൽ അല്ലതി വറദത് ഫീഹാ അക്സറു മിൻ സിഫത്തിൻ ഔ സീഗത്തിൻ അനി ശാരിഇൽ ഹകീം. ഇപ്പോൾ ഇഖ്തിലാഫു തനവുഇന് ഉദാഹരണം പറയുകയാണെങ്കിൽ ദുആഉൽ ഇസ്തിഫ്താഹ്, തുടക്കത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥന, അത് ഒരുപാട് രൂപത്തിൽ വന്നിട്ടില്ലേ? അപ്പോൾ ഒരാൾ പറയുകയാണ് അതെന്തല്ല, അത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഇഖ്തിലാഫാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും എന്ത് ഇഖ്തിലാഫാണ് അത്? തനവു ആണ്, വൈരുദ്ധ്യമല്ല, വൈവിധ്യം. ഒരാൾക്ക് ഇതും ചെല്ലാം, ഇതും ചെല്ലാം, ഇതും ചെല്ലാം, ഒക്കെ ചെല്ലാം. പരസ്പരം എന്തല്ല, തലാദായ ഇഖ്തിലാഫല്ല എന്ന് പറഞ്ഞു കൊടുക്കും. وكذلك الاختلاف في المسائل الفقهية التي قال فيها كل واحد بحسب ما ظهر له من الدليل المحتمل. أما اختلاف التضاد فإنه يكون في المسائل التي وردت فيها نصوص ظاهرها التعارض. അപ്പോൾ ഇഖ്തിലാഫു തലാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകടമായ സ്വഭാവം എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റുമുട്ടുന്ന അഭിപ്രായ വ്യത്യാസത്തിനാണ് ഇഖ്തിലാഫു തലാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫൈനൽ വാജിബ ഹുവൽ അഖ്ദു ബിഹി വതർകു മാ യുഖാലിഫുഹു മിൻ അഖ്വാൽ. ഒന്നെടുത്തു കഴിഞ്ഞാൽ മറ്റെന്ത് ചെയ്യണം? മറ്റൊന്ന് ഒഴിവാക്കണം. അതാണ് ഇഖ്തിലാഫു തലാദ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത് അന്നഹു ലാ യജൂസു ദമ്മു മൻ അഖ്തഅ ഫിൽ മസായിലിൽ ഇജ്തിഹാദിയ. നമ്മൾ പറഞ്ഞ വിഷയമാണ്. അത് ഇജ്തിഹാദിയായ മസ്അലയിൽ ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ഓനെ കുറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം വ്യാഖ്യാനിക്കാൻ വകുപ്പുള്ള വിഷയമാണത്, വ്യാഖ്യാനത്തിന് വകുപ്പുള്ള വിഷയമാണ്. എന്നിട്ട് വലിന്നദ്രി ഫീഹ മജാൽ ഫഅലൈഹിം ജമീഅൻ അൻ യജ്തഹിദു ഫീ തളയീഖി ഹുവത്തിൽ ഖിലാഫി മാ വജദു ഇലാ ദാലിക സബീല ലാ സിയമാ അന്ന ബഅദൽ ഇഖ്തിലാഫാത്ത് മറദ്ദുഹാ ഇല തഹ്വീൽ വത്തൽഖീം വൽ മുബാലഗ. എന്നിട്ട് ഷെയ്ഖ് അടുത്ത ഒരു കാരണമായിട്ട്, അതായത് ഇലാജായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞു വെച്ച ഇലാജ് ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഒരേ മൻഹജിലേക്ക് എത്തിപ്പെടാൻ 7 കാര്യങ്ങൾ. 8ാമത്തെ കാര്യമായി പറയുന്നത് റിഫ്ഖ് ഉണ്ടാവുക എന്നുള്ളതാണ്. ലോലത എന്ത് ചെയ്യണം? നമ്മൾ കാത്തു സൂക്ഷിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോലത ഉണ്ടാകണം. ഇന്ന റിഫ്ഖ ഫി തആമുലി മഅ ജമീഇൽ ഉമൂരി വൽ മസായിൽ ഖുലുഖുൻ അലീം. വളരെ മഹത്തരമായ സ്വഭാവമാണ് എന്ത്? ലോലത ഉണ്ടാവുക, വളരെ നൈർമല്യത്തോടു കൂടി സമാധാനത്തോടു കൂടി ഇടപഴകുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്? റഫീഖുൻ യുഹിബ്ബു അർ-റിഫ്ഖ. അള്ളാഹു റഫീഖാണ്. എന്തിനെ ഇഷ്ടപ്പെടുന്നു? റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും. ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. റിഫ്ഖ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാര്യം എന്ത് ചെയ്യും? അത് ഭംഗിയുള്ളതാകുന്ന. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. റിഫ്ഖ് എടുത്തു കഴിഞ്ഞാലോ അത് മോശമായി മാറും, ആ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. പ്രബോധനത്തിൻ്റെ വിഷയത്തിലൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. റിഫ്ഖില്ലാതെ പ്രബോധനം നടത്തി നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമുക്കത് അരോചകരമായി തോന്നും. ഒന്നും വേണ്ട, റിഫ്ഖില്ലാതെ ഇപ്പോൾ ഒരു ഉപ്പ ഒരു മകനെ നിസ്കാരത്തിന് വിളിക്കുകയാണ്, റിഫ്ഖില്ലാത്ത വിളിക്കുന്ന ആ വിളിക്കെന്തുണ്ട്? ആ വിളിക്കപ്പെടുന്ന ഓൻക്കും വെറുപ്പുണ്ട്, കാണുന്ന ആൾക്കും വെറുപ്പുണ്ട്, എല്ലാവർക്കും എന്തുണ്ട്? അതിനോടൊരു വെറുപ്പുണ്ട്. കാരണം റിഫ്ഖില്ല. റിഫ്ഖ് എടുത്തു മാറ്റപ്പെട്ടാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്ന. യുഅ്തി അല റിഫ്ഖി മാ ലാ യുഅ്ത അലൽ ഉൻഫ്. റിഫ്ഖിന് അള്ളാഹു നൽകുന്നത് ഏതിന് നൽകാത്തത് പോലെയാണ്. അതായത് പരുഷത, ഒരാൾ മോശമായിട്ട് ഇങ്ങനെ പരുഷമായിട്ട് പെരുമാറുന്നു, അതിന് അള്ളാഹു നൽകാത്തത് എന്തിന് നൽകും? റിഫ്ഖിന് അള്ളാഹു നൽകും. വമാ ലാ യുഅ്ത അലാ മാ സിവാഹു. അപ്പോൾ റിഫ്ഖ്, ആരോടും റിഫ്ഖ് വേണം നമുക്ക്. കുഫാറുകളോടും റിഫ്ഖ് വേണം, അവരോടും നമ്മൾ ലോലായിട്ടാണ് പെരുമാറേണ്ടത്. ഫഖദ് ഖാലത്തിൽ യഹൂദു യൗമൻ ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികൾ ഒരു ദിവസം പറഞ്ഞത് അസ്സാമു അലൈക, താങ്കൾക്ക് ശാപമുണ്ടാകട്ടെ. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാമു അലൈക്കും, നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചത് വ അലൈക്കും ഉസ്സാമ വല്ലഅന, നിങ്ങൾക്ക്
സാമുണ്ടാകട്ടെ, ലാനത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യാ റസൂലല്ലാഹ് അബലം തസ്മഅ മാ ഖാലു, താങ്കൾ കേട്ടില്ല അവരെന്താ പറഞ്ഞത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖദ് ഖുൽതു വഅലൈക്കും, ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, വഅലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലിന് അവിടെ എന്ത് പറയാം, നിങ്ങൾക്കും സാമുണ്ടാകട്ടെ, നിങ്ങൾക്കും ലാനത്തുണ്ടാകട്ടെ ഒന്നൊന്നും പറയാതെ വളരെ റിഫ്കോട് കൂടിയിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്, അവിടെ പെരുമാറിയത്. വഅലൈക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് പറഞ്ഞിട്ടില്ല, അതിനേക്കാളും അപ്പുറം നബി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോടും എന്തുണ്ടാകണം, റിഫ്ക് ഉണ്ടാകണം. ഖദ് ഹസ്സ അല റിഫ്ഖി ഹത്ത മഅ ഹഉലാഹിൽ യഹൂദ് ഇഖ്വാനുൽ ഖിറദ വൽ ഖനാസീർ. ഖിൻസീർ എന്ന് പറഞ്ഞാൽ പന്നിയാണ്. അപ്പോൾ ഷെയ്ഖ് പറയണത് ആഹുലാഹിൽ യഹൂദ്, ഈ പറഞ്ഞ യഹൂദികൾ ആരാണ്, ഇഖ്വാനുൽ ഖിറദ വൽ ഖനാസീർ, അവരുടെ സഹോദരന്മാരാണ്. ഈ പറഞ്ഞ ഖനാസീറിൻ്റെയും ഖിറദത്തിൻ്റെയും സഹോദരന്മാരായ യഹൂദികളോട് പോലും എങ്ങനെ പെരുമാറിയത്, വളരെ ലോലായിട്ടാണ്, റിഫ്കോട് കൂടിയിട്ടാണ് പെരുമാറിയത്. അഫലാ യജ്ദറു ബിനാ നഹ്നു അസ്ഹാബൽ മൻഹജിൽ വാഹിദ്, അപ്പോൾ നമുക്ക് ഒരേ മൻഹജിലുള്ള ആളുകൾക്ക് അന്നസീർ അലാ ഹാദൽ ഖുലുഖ്, ഈ സ്വഭാവത്തിലൂടെ അല്ലേ നമ്മൾ പോകേണ്ടത്. വഅൻ യർഫിഖ ബഅദുനാ ബിബഅദ്, പരസ്പരം റിഫ്ക് കാണിക്കണ്ടേ. വഅൻ യർഹമ ബഅദുനാ ബഅദൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റഹ്മത്ത് വേണ്ടേ. യഹൂദികളോട് റസൂൽ റഹ്മത്ത് കാട്ടിയിട്ടുണ്ട് എങ്കിൽ ഒരു മനഹജിലുള്ള ആളുകൾ പരസ്പരം എന്ത് ചെയ്യണം, റഹ്മത്ത് കാണിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അടുത്തത് 9-ാമത്തേത് അൽ ബുഅദു അനിൽ ബഗി വൽ ഹവ വ ഇൽതിസാമുൽ ഇൻസാഫി മഅൽ മുഖാലിഫ്. അതിക്രമത്തെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്തി നിൽക്കണം. അതേപോലെ തന്നെ ഹവ, ദേഹേച്ഛയെ തൊട്ടും ഈ വിഷയത്തിൽ നമ്മൾ പിന്നിട്ട് നിൽക്കണം. കാരണം പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ദേഹേച്ഛയാണ്, നമ്മുടെ ദേഹത്തിലുള്ള പല രോഗങ്ങളുമാണ്. അതോടൊപ്പം തന്നെ എന്തും പാലിക്കണം, നമ്മൾ ആരെയാണോ എതിർക്കുന്നത് അവരുടെ വിഷയത്തിൽ നീതി ഉണ്ടാകണം എന്നാണ്. നീതിയോടല്ലാതെ പെരുമാറുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഹുവല്ലദീ യബ്തഇദു അൻ ഹുദൂദിൻ നഫ്സി, യഥാർത്ഥ മതവിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ നഫ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഓൻ വിട്ടു നിൽക്കും. വൽ അനാനിയത്ത്, എന്താ അനാനിയത്ത് എന്ന് പറഞ്ഞാൽ, അന എന്ന് പറഞ്ഞാൽ എന്താ അറബിയിൽ, അനാനിയത്ത് എന്ന് പറഞ്ഞാൽ ഞാനാനിത്വം അല്ലേ, ഞാനെന്തോ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എന്ന സ്വഭാവം, അത് കിബറിൻ്റെ മറ്റൊരു വേർഷനാണ്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല എന്നാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം. വഹുബി ദാത്ത്, ദാത്തിനോട് സ്നേഹം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫലാ യബ്ഗി അലാ ഇഖ്വാനിഹി വലാ യദ്ലിമുഹും ലാ ബിഖൗലിൻ വലാ യുദ്ലിമുഹും ലാ ബിഖൗലിൻ വലാ ബിഫിഅലിൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അനാനിയത്തില്ല, സ്വന്തത്തോടുള്ള സ്നേഹമില്ല. ഇതിൽ നിന്നൊക്കെ ഒരാൾ വിട്ടു കഴിഞ്ഞാൽ ഓൻ എന്ത് ചെയ്യൂല, അവൻ്റെ സഹോദരനെ ആക്രമിക്കുകയില്ല. അവനെ പ്രവർത്തനങ്ങൾ കൊണ്ടോ സംസാരം കൊണ്ടോ എന്ത് ചെയ്യൂല, ആക്രമിക്കൂല. വലാ ബി തഹ്മീലി കലാമിഹിം മാ ലാ യഹ്തമിൽ, അവൻ്റെ സംസാരത്തിൽ ഒരാശയം എന്ത് ചെയ്തിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. ആ ഉൾക്കൊള്ളാത്ത ഒന്നിനെന്ത് ചെയ്യും, ചില ആൾക്കാർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അതിനെന്ത് ചെയ്യും, അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല, അങ്ങനെ പറയുന്ന ഒരവസ്ഥയും ഉണ്ടാവൂല. ഫൽ ഇഖ്തിലാഫു ഫിർ റഅയി ലാ യജൂസു അൻ യുഫ്സിദ ലിൽ വുദ്ദി ഖളിയ, അഭിപ്രായത്തിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്നത് എന്ത് ചെയ്യരുത്, സ്നേഹത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കരുത്. ഇന്നമാ യഹ്സുലുൽ ഫസാദു മിനൽ ഇഖ്തിലാഫി ഇദാ സ്വഹബഹു ദുൽമുൻ വബഗിയുൻ, നമ്മൾ പറഞ്ഞിരുന്നു ഇഖ്തിലാഫ് ഉണ്ടാകാം, പക്ഷെ ആ ഇഖ്തിലാഫ് മോശമായി മാറുന്നത് അക്രമം ഉണ്ടാകുമ്പോൾ, അതിക്രമം അതിൽ കടന്നു വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുഫാറുകളോട് പോലും എന്ത് ചെയ്യണം, നീതിയിൽ വർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അവിശ്വാസികളോടും നീതിയിൽ വർത്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. കൂനു ഖവ്വാമീൻ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാഅ ബിൽ ഖിസ്ത്, എന്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടത്, നീതിയിലാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നിങ്ങൾക്ക് വെറുപ്പുണ്ട് എന്നത് എന്ത് ചെയ്യരുത്, അവരോട് നീതി പുലർത്താതിരിക്കാൻ കാരണമായി മാറരുത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, വെറുപ്പുണ്ടാകുന്ന ആളുകളോട് എന്ത് ചെയ്യാൻ പറ്റൂല, അവരെപ്പോലും അനീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇഅ്ദിലു, നിങ്ങൾ നീതി പാലിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണെന്ത്, തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറയാൻ, വഹാദിഹിൽ ആയത്തു നസലത് ബിസബബി ബുഗ്ലിഹിം ലിൽ കുഫാർ, കുഫാറുകളോടുള്ള അവരുടെ അമർഷം, അവരുടെ കോപം കാരണത്താലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. വഹുവ ബുഗ്ലുൻ മഅ്മൂറുൻ ബിഹി, ആ ബുഗ്ലു എന്നുള്ളത് കൽപ്പിക്കപ്പെട്ടതാണ്.
ദീനിൽ ഉള്ള വിഷയമാണ്. ഫൈദാ കാനൽ ബുഗ്ളുല്ലദി അമറല്ലാഹു ബിഹി ഖദ് നുഹിയ സാഹിബുഹു അൻ യദ്ലിമ മൻ അബ്ഗലഹു. ബുഗ്ൾ ഉണ്ടായിരിക്കെ തന്നെ ആ ബുഗ്ളുള്ള ഒരാളോട് പോലും അതിക്രമം ചെയ്യരുത്, നീതിയിൽ വർത്തിക്കണമെന്ന് പറയുമ്പോൾ ഫകൈഫ ഫി ബുഗ്ളി മുസ്ലിം, പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിനോട് നമ്മൾ വെറുപ്പ് വെച്ച് പുലർത്തുക? അതും എങ്ങനെയാണ് വെച്ച് പുലർത്തുന്നത്? ബിത്തവീലിന് എന്തെങ്കിലും ഒരു വ്യാഖ്യാനത്തിന് വകുപ്പുണ്ടാവും. ഓൻ വ്യാഖ്യാനിച്ചിട്ട് ചിലപ്പോൾ അവിടേക്ക് എത്തിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശുബഹത്ത് കാരണം ഓൻ അങ്ങനെ വിശ്വസിച്ചതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുസ്ലിമിനോട് എങ്ങനെയാണ് നമ്മൾ ബുഗ്ള് വെച്ച് പുലർത്തുക? ഔ ബി ഹവാ നഫ്സിൻ, നമ്മുടെ ദേഹേച്ഛ കാരണത്താൽ, ഫഹു അഹഖു അല്ലാ യുദ്ലം, അവനാണ് അതിക്രമത്തിനും അക്രമത്തിനും ഇരയാകാതിരിക്കാൻ ഏറ്റവും അർഹനായവനാരാ? ആ മുസ്ലിമായ വ്യക്തിയാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു വെക്കുകയാണ്. ഫതാലിബുൽ ഇൽമൽ മുൻസിഫ്, നീതിപരമായ വിദ്യാർത്ഥി, ഫലാ യുഅതീഹ അക്ബറ മിൻ ഹജ്മിഹാ, എല്ലാ കാര്യത്തിനും അതിൻ്റേതായ സ്ഥാനമാണ് എന്ത് ചെയ്യുക ഒരു മതവിദ്യാർത്ഥി നൽകുക. അപ്പോൾ എന്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനെന്ത് ചെയ്യും? കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇനി ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ തന്നെ ആ തെറ്റ് തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തന്നെ എങ്ങനെയാണ് തിരുത്തുക? അത് വളരെ നസീഹത്തോടു കൂടി ആദരവോടു കൂടിയിട്ടാണ് തിരുത്തുക. അതോടൊപ്പം തന്നെ എന്തും പാലിക്കും. മഅൽ അഖ്ദി ഫിൽ ഇഅ്തിബാർ മുറാഅത്ത് അൽ-ളുറൂഫ് അല്ലതി ഹമലത്ഹു അലാ ഹാദൽ ഖത്ത്, എന്തും കൂടി പരിഗണിക്കുമെന്ന് അറിയോ? ഓൻ ആ തെറ്റ് പറയാനുള്ളൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, വെറുതെ ഒരാൾ തെറ്റിലേക്ക് എത്തുമല്ലോ. അപ്പോൾ ആ തെറ്റ് പറയാൻ എന്താണ് ഓനെ പ്രേരിപ്പിച്ചത് എന്ന കാരണം പോലും ചെയ്യും മതവിദ്യാർത്ഥി പരിഗണിക്കും. ഹാത്തിബ് ഇബ്നു അബീ ബൽത എന്ന് പറയുന്ന സ്വഹാബിയുടെ വിഷയത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സ്വഹാബി കുഫാറുകളെ സഹായിക്കും. ആർക്കെതിരെ? മുസ്ലിമീങ്ങൾക്കെതിരെ. അപ്പോൾ അത് അസ്ല് വിഷയമാണ്, അടിസ്ഥാന വിഷയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊടുക്കും? നബി ഉദ്ർ കൊടുക്കുന്നതാണ്. നബി ഉദ്ർ കൊടുക്കും. വവസഫഹു ബിസ്സിദ്ഖ്, എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യും? അദ്ദേഹം സത്യസന്ധനാണ് എന്ന് പറയും. വഗഫറ അല്ലാഹു ലഹു ഹാദൽ ഖത ലിസിദ്ഖി, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കാരണത്താൽ അല്ലാഹ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. അദ്ദേഹം സാഹിബു ബദറാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ അദ്ദേഹം ഒരു തഅ്വീൽ മുതഅവ്വിലൻ ലിഫിഅലിഹി, അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാൻ വകുപ്പുണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അങ്ങനെ ചെയ്തത്. വ്യാഖ്യാനത്തിന് പഴുതുണ്ടായിരുന്നു. അദ്ദേഹം എന്തുദ്ദേശിച്ചിട്ടില്ല? മുവാലാത്തുൽ കുഫാർ, കുഫാറുകളോട് മുവാലാത്ത് വെച്ച് പുലർത്തണം, അവരെ വലിയായി സ്വീകരിക്കണം എന്നെന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ രൂപത്തിലായിരുന്നു. അപ്പോൾ ആ പ്രവർത്തനം അങ്ങനെ ആയി എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തെ ആ രൂപത്തിലേക്ക് ചാപ്പ കുത്തി അദ്ദേഹത്തെ സ്വഹാബിയല്ല, അദ്ദേഹം ചെയ്തത് വളരെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം എന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കൂടി എന്ത് ചെയ്തു? അവിടെ പരിഗണിച്ചു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിഗണിക്കുക എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ അവിടെ പരിഗണിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ വിഷയത്തിലാണ് എന്ത് ചെയ്തത്? അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? പെരുമാറിയത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം പെരുമാറേണ്ടത്. വഖദ് നാദാഹുല്ലാഹു ബിസ്മിൽ ഈമാൻ, ഈമാനോട് കൂടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയ, എൻ്റെ ശത്രുക്കളെയും നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഔലിയാക്കളായി മിത്രങ്ങളായി സ്വീകരിക്കരുത്. മഅ അന്നൽ അംറല്ലദി അഖ്തഅ ഫീഹി ഖതീറുൻ ഫിൽ ഹഖീഖ, അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന് സംഭവിച്ച പിഴവ് എന്നുള്ളത് വളരെ വലിയ വമ്പിച്ച പിഴവാണ്. എന്നിട്ടും എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വഅലാ മിസ്ലി ഹാദാ ഫഖിസ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിനോട് എന്ത് ചെയ്യണം? നമ്മൾ താരതമ്യം ചെയ്തിട്ടായിരിക്കണം പെരുമാറേണ്ടത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വളരെ പ്രസക്തമായ അത്ഭുതപ്പെടുത്തുന്ന ഒരു കോട്ടിങ്ങാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇബ്നുൽ ഖയ്യിം പറയാണ്, മിൻ ഖവാഇദിശ് ശറഇ വൽ ഹിക്മതി ഐലൻ അന്ന മൻ കസുറത് ഹസനാതുഹു, ഒരാളുടെ ഹസനത്ത് എന്ത് ചെയ്തു? വർദ്ധിച്ചു. വഅലുമത്, അത് മഹത്തരമായി. വകാന ലഹു ഫിൽ ഇസ്ലാമി തഅ്സീറുൻ ലാഹിർ, പ്രകടമായ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇസ്ലാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഫഇന്നഹു യുഹ്തമലു ലഹു മാ ലാ യുഹ്തമലു ലിഗൈരിഹി, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ചില ഇഹ്തിമാലുകൾ കൊടുക്കണം. ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാത്ത ഉദ്റുകൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. വയുഅഫ അൻഹു മാ ലാ യുഅഫ അൻ ഗൈരിഹി, ചില ആളുകൾക്ക് നമ്മൾ പുറത്തു കൊടുക്കും, ചില ആളുകൾക്ക് പുറത്തു കൊടുക്കുമല്ലോ. പക്ഷേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകളെ പോലല്ല, ഇസ്ലാമിൽ ഒരുപാട് സേവനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഫഇന്നൽ മഅസിയത ഖബസുൻ, എന്നിട്ട് താരതമ്യം ചെയ്യാം. തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? അത് മോശമായ കാര്യമാണ്, നല്ലതല്ല. നമ്മൾ അല്ലാഹു മിന്നി അഊദു ബിക മിനൽ ഖുബ്സ് എന്ന് പറയുന്നല്ലോ. മഅസിയത്ത് എന്ന് പറഞ്ഞാൽ ഖുബ്സാണ്. വൽമാഉ ഇദാ ബലഗൽ ഖുല്ലതൈൻ, വെള്ളം എന്ത് ചെയ്തു? 2 കുല്ലത്തെത്തി. ലം യഹ്മിൽ അൽ ഖബസ്, എന്ത് വഹിക്കൂല? ഖബസ് വഹിക്കൂല എന്നാണ്.
2 കൊല്ലത്ത് വെള്ളമെത്തിയാൽ പിന്നെ അതിലേക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് വീണാൽ മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. അതേപോലെയാണ് ഇസ്ലാമിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തു, അയാൾക്ക് തെറ്റ് പറ്റിയാലോ 2 കൊല്ലത്ത് വെള്ളത്തിന് പ്രശ്നം പറ്റാത്തതുപോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്യൂല, പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ ഉദ്ര കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം അതൊക്കെ നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. അതേപോലെ തന്നെ അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളുള്ള ഇതിന് സമാനമായ ഒരു തഷ്ബീഹ് നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഉപ്പയുടെ ദർസ് എന്തുണ്ടാവും, ഒരു ദിവസം അദ്ദേഹത്തിന് ഉപ്പ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ദർസ് എടുക്കാൻ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയും, നാളെ എൻ്റെ ദർസ് ഉണ്ടാവില്ല, കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിന് സ്ഥാനമില്ല, തയമ്മുമിന് സ്ഥാനമില്ല എന്ന് പറയും. കാരണം വെള്ളത്തിന് അവിടെ വകുപ്പുണ്ടല്ലോ, അപ്പോൾ തയമ്മുമിന് സ്ഥാനമില്ല, നാളെ എൻ്റെ ഉപ്പാൻ്റെ ദർസായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയണം, വഹാദ അംറുൻ മഅലൂമുൻ ഇൻദന്നാസ് മുസ്തഖിറുൻ ഫീ ഫിത്രിഹിം അന്ന മൻ ലഹു ഉലൂഫുൽ ഹസനാത്ത് ഫഇന്നഹു യുസാമിഹു ബിസ്സയ്യത്തി വസ്സയ്യത്തൈൻ. അപ്പോൾ ഒരു 1000 നന്മയുണ്ട് എങ്കിൽ ഒരു തിന്മയൊക്കെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് നമ്മൾ 1-2 തിന്മകളൊക്കെ പുറത്തു കൊടുക്കണം. എന്നിട്ട് ഒരു കവിത കൊടുക്കുകയാണ്, വഇദൽ ഹബീബു അതാ ബിദംബിൻ വാഹിദിൻ ജാഅത് മഹാസിനുഹു ബി അൽഫി ഷഫീഇൻ. നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ ഒരു തെറ്റുമായി വന്നു കഴിഞ്ഞാലോ, നമ്മൾ 1000 ശുപാർശകരെന്ത് ചെയ്യും, ഓൻ്റെ പിന്നിൽ നമുക്ക് ശുപാർശ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, തയ്യാറാകും എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് 10ാമത്തെ കാരണമായിട്ട് ഷെയ്ഖ് പറയുന്നത്, അതായത് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, ആ രോഗത്തെയെല്ലാം ചികിത്സിക്കുന്ന പുസ്തകങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം. പലപ്പോഴും അങ്ങനെയുള്ള വായനകൾ എന്താണ്, കുറവാണ്. ഇൽമിയായിട്ട് ചിലപ്പോൾ ചില ആളെന്തായിരിക്കും, ഭയങ്കര ഉഷാറായിരിക്കും, സംശയം ഉണ്ടാവില്ല. പക്ഷേ റഖായിക്കിൻ്റെ വിഷയത്തിൽ, സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ, ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗത്തിൻ്റെ വിഷയത്തിൽ വളരെ പിന്നിലായിരിക്കും. അപ്പോൾ സലഫുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ വിഷയമാണ് എന്ത്, ഈ പറയുന്ന ഹൃദയത്തെ ശുദ്ധീകരിക്കുക, റിയാവ് വരാതിരിക്കുക, ഇഖ്ലാസ് എപ്പോഴും കൊണ്ടു നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം അത് നമ്മുടെ മനസ്സിനൊന്ന് ശാന്തി നൽകും. അതോടൊപ്പം തന്നെ ഇൽമിൻ്റെ കൂടെ വേണ്ടതാണ് എന്ത്, തസ്കിയത്ത്, സംസ്കരണം എന്നുള്ളത്. അൽ ഇൽമു ബിലാ തസ്കിയത്തിൻ, തസ്കിയത്തില്ലാത്ത ഇൽമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വബാലാണ്, അത് അവനെന്ത് ചെയ്യും, നരകത്തേക്കും കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇൽമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വേണം, തസ്കിയത്തും വേണം. എന്ത് മാത്രം പോരാ, ഇൽമു മാത്രം ഉള്ള അവസ്ഥ ഉണ്ടാകരുത്, ഇൽമും തസ്കിയത്തും രണ്ടും വേണം എന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയ്ഖ് വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.